ഭക്തമനസ്സുകൾക്ക് പുണ്യം തേടി മണ്ണാറശാല ആയില്യം. കേരളത്തിൽ അറിയപ്പെടുന്ന ആയില്യം പൂജ നടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. കന്യമാസത്തിൽ നടക്കുന്ന വെട്ടിക്കൊട്ട് ആയില്യവും തുലാമാസം നടക്കുന്ന മണ്ണാറശാല ആയില്യവും. ഇപ്പോൾ പറയുന്നത് മണ്ണാറശാലയിൽ നടക്കുന്ന ആയില്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആയില്യം എഴുന്നള്ളത്തും ആയില്യം പൂജയും നവംബർ 12 നടക്കും. അമ്മയുടെ അനുഗ്രഹം തേടുന്നതിനു വേണ്ടി ആയില്യം നാളിൽ രാവിലെ 7:30 മുതൽ മണ്ണാറശാല അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനം നിലവറയ്ക്ക് സമീപം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും. നാഗദൈവങ്ങളുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ മണ്ണാറശാലയിൽ അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവംബർ 10, 11, 12 തീയതികളിലാണ് നടക്കുന്നത്. മണ്ണാറശാലയിൽ ഈ 3 ദിവസം പൂജകളും വിശേഷങ്ങളും ഉണ്ടെങ്കിലും ആയില്യം നാൾ നാഗരാജാവിൻ്റെ വാർഷിക രൂപത്തിലുള്ള തിരുവാഭരണം ചാർത്തിയുള്ള പൂജയ്ക്കാണ് പ്രാധാന്യം. പൂജകൾക്ക് ശേഷം ഇല്ലത്തെ നിലവറയ്ക്ക് മുന്നിൽ തെക്കേത്തളത്തിൽ കുടുംബകാരണവന്മാർ ആയില്യം പൂജയ്ക്കുള്ള നാഗപത്മങ്ങളും വരയ്ക്കും. കളം പൂർത്തിയായാൽ അമ്മ കുളിച്ച് ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിൽ നടത്തുന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത് ആരംഭിക്കും. എഴുന്നള്ളത്ത് ഇല്ലത്ത് എത്തിയ ശേഷമാണ് അമ്മ നടത്തുന്ന ആയില്യം പൂജ. ആയില്യം പൂജയുടെ ഭാഗമായാണ് നൂറും പാലും കുരുതി തുടങ്ങിയ ചടങ്ങുകൾ നടക്കുന്നത്. രാത്രി വൈകി പൂജകൾക്ക് ശേഷം കുടുംബകാരണവന്മാരുടെ കാർമ്മികത്വത്തിൽ ആകാശസർപ്പങ്ങൾക്കായി തട്ടിൽ നൂറും പാലും നടത്തും. തുടർന്ന് അമ്മ ആചാരപരമായി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നതോടെ ആയില്യത്തിൻ്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. അനന്ത വാസുകി ചൈതന്യങ്ങളുടെ സമന്വയഭാവമാണ് മണ്ണാറശാലയിൽ കുടികൊള്ളുന്നതെന്നാണ് സങ്കല്പം.